നമസ്കാരം. പുനഃസംഘടനയിൽ ചർച്ച നടത്തിയിട്ടില്ലെന്ന കെ സുധാകരന്റെ വാദം ഹൈക്കമാൻഡ് തള്ളി. ഇത് സംബന്ധിച്ച് 2 തവണയാണ് സുധാകരനുമായി സംസാരിച്ചത്. സംസ്ഥാനത്തെ നേതാക്കളുമായി സംസാരിച്ച ശേഷം റിപ്പോർട്ട് തയ്യാറാക്കിയത് ദീപാദാസ് മുൻഷിയാണ്. സുധാകരൻ സജീവമല്ലെന്നും അനാരോഗ്യമുണ്ടെന്നും ദീപയെ സംസ്ഥാന നേതാക്കൾ അറിയിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് മാറ്റം വേണമെന്ന് കേരള നേതാക്കൾ ആവശ്യപ്പെട്ടതായും ഹൈക്കമാൻഡ് അറിയിച്ചു. തിരുവനന്തപുരം കൈമനത്ത് സ്ത്രീയുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. ആൾപ്പാർപ്പില്ലാത്ത വീട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കരിമം സ്വദേശിയായ 50 വയസ്സുള്ള ഷീജയാണ് മരിച്ചത്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. ഈ പ്രദേശത്ത് ആൾപ്പാർപ്പില്ലാത്ത ഒരു വീട് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇവിടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. സ്ത്രീയുടെ കരച്ചിൽ കേട്ടാണ് നാട്ടുകാർ പോലീസിനെ വിവരം അറിയിച്ചത്. പോലീസ് എത്തിയപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ഒരു സുഹൃത്തിനൊപ്പമായിരുന്നു ഷീജ താമസിച്ചിരുന്നത്. ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. CISF ഉദ്യോഗസ്ഥർ കാറിടിച്ച് കൊലപ്പെടുത്തിയ ഐവിൻ ജിജോയുടെ സംസ്കാരം ഇന്ന് നടക്കും. ഇന്ന് ഉച്ചയ്ക്ക് 2:30 തുറവൂർ സെന്റ് അഗസ്റ്റിൻ പള്ളിയിലാണ് സംസ്കാരം നടക്കുക. ബുധനാഴ്ച രാത്രി ജോലി കഴിഞ്ഞ് കാറിൽ പോകുകയായിരുന്നു ഐവിൻ. വാഹനത്തിന് സൈഡ് കൊടുത്തില്ലെന്ന കാരണത്താലാണ് ഇയാളെ ഇവർ വാഹനം ഇടിച്ച് കൊലപ്പെടുത്തിയത്. CISF SI വിനയകുമാർ ദാസ്, കോൺസ്റ്റബിൾ മോഹനകുമാർ എന്നിവർ ചേർന്നാണ് ഇയാളെ കൊലപ്പെടുത്തിയത്. തലക്കേറ്റ പരിക്കാണ് മരണകാരണം എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തല മതിലിലോ മറ്റോ ഇടിച്ചതായിട്ടാണ് പോലീസ് സംശയിക്കുന്നത്. ശരീരത്തിൽ നിന്നും രക്തം വാർന്നു പോയതും മരണകാരണമായിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് 2 ഉദ്യോഗസ്ഥരെയും CISF സസ്പെൻഡ് ചെയ്തു. സംസ്ഥാനത്ത് വീണ്ടും കോളറ മരണം സ്ഥിരീകരിച്ചു. ആലപ്പുഴയിൽ കോളറ സ്ഥിരീകരിച്ച 48-കാരനാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. തലവടി സ്വദേശി TG രഘുവാണ് മരിച്ചത്. തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ഇദ്ദേഹം. അവിടെ വെച്ചാണ് മരണം സംഭവിക്കുന്നത്. ഇദ്ദേഹത്തിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും ഡോക്ടർമാർ പറയുന്നു. സംസ്ഥാനത്ത് ഈ വർഷം സ്ഥിരീകരിക്കുന്ന 2ാമത്തെ കോളറ മരണമാണിത്. കഴിഞ്ഞ മാസം തിരുവനന്തപുരത്ത് കോളറ ബാധിച്ച് കൗടിയാർ സ്വദേശിയായ കാർഷിക വകുപ്പ് ഉദ്യോഗസ്ഥനും മരിച്ചിരുന്നു. സംസ്ഥാനത്ത് 2 ദിവസമായി കൂപ്പുകുത്തിയ സ്വർണ്ണവില ഇപ്പോൾ തിരിച്ചു കയറി. ഇന്ന് പവന് 880 രൂപയാണ് വർദ്ധിച്ചത്. ഇതോടെ 1 പവൻ സ്വർണത്തിന്റെ വില 69,760 രൂപയായി. ഗ്രാമിന് 110 രൂപ വർദ്ധിച്ച് 8,720 രൂപയായി. ഇന്നലെ പവന് 1,560 രൂപയും ഗ്രാമിന് 195 രൂപയും ഇടിഞ്ഞിരുന്നു. 68,880 രൂപയിലാണ് ഇന്ന് സ്വർണത്തിന്റെ വ്യാപാരം നടന്നത്. 18 ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 90 രൂപ വർദ്ധിച്ച് 7,185 രൂപയിലും എത്തി.